ശ്രീരാമന്റെ പട്ടാഭിഷേകം മുടങ്ങിയെന്ന് വാർത്ത കേട്ട് കത്തിജ്വലിച്ച് ആ രംഗത്തേക്ക് വരുന്നൊരു കഥാപാത്രമുണ്ട്. ആർക്കും അറിയാൻ പറ്റും? നിങ്ങൾ കുറച്ചും കൂടി മുമ്പോട്ട് വന്നിരുന്നായിരിക്കും നിങ്ങൾ കാണാൻ സന്തോഷമാണ്. നിങ്ങൾ എന്തിനെങ്കിലും ദൂരെ പോയിരിക്കുന്നത് കസേരയുടെ ഇവിടെ കുറച്ച് മുമ്പോട്ട് വന്നിരിക്കും. ജ്യേഷ്ഠന്റെ പട്ടാഭിഷേകം മുടങ്ങി എന്ന വാർത്ത കേട്ട് അവിടേക്ക് കത്തിജ്വലിച്ചു കൊണ്ടുവരുന്ന ക്രോധാഗ്നി കൊണ്ടുവരുന്ന ഒരു കഥാപാത്രമുണ്ട്, ലക്ഷ്മണൻ. ഈ ലക്ഷ്മണൻ വന്ന ഉടനെ പറഞ്ഞെന്താണെന്നറിയോ? സ്ത്രീലമ്പടനായ ഈ പിതാവിനെ പിടിച്ചു കെട്ടി കാരാഗ്രഹത്തിൽ അടച്ച് ജ്യേഷ്ഠന്റെ പട്ടാഭിഷേകം ഞാൻ നടത്തുന്ന പറഞ്ഞത്. അദ്ദേഹത്തെ തണുപ്പിക്കാൻ ശ്രീരാമന് ഒരുപാട് പണിപ്പെടേണ്ടി വന്നു. രാമൻ പറഞ്ഞു, ലക്ഷ്മണ, നീ വിചാരിച്ചാൽ അത് നടക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ വികാരം കൊണ്ടല്ല, വിവേകം കൊണ്ടാണ് നാം കാര്യങ്ങളെ നേരിടേണ്ടത്. ലക്ഷ്മണ, നീ ശാന്തനാവുക എന്ന് പറഞ്ഞു. കാമക്രോധലോപമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയുക നീ. മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളതിൽ ക്രോധമറിയടൂ. മാതൃ പിതൃ ഭ്രാതൂജനങ്ങളെ ക്രോധമൂലം ഹനിക്കുന്നിതൂപുമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും. ക്രോധമല്ലോ യമനാകുന്നത് നിർണയം. ക്രോധം പരിത്യജിക്കണം പൊതുജനം. ഈ വരി ഓർമ്മയുണ്ടാവണം. നമുക്ക് ദേഷ്യം വരുന്ന നമുക്ക് ഈ വരി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. എന്താണ്? കാമക്രോധ ലോപമോഹാദികളാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു. കാമം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, രാവണൻ. ക്രോധം, വലിയ ക്രോധം. ഈ ക്രോധം വന്നു കഴിഞ്ഞാൽ, പെട്ടെന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. മാതൃ പിതൃ ഭ്രാതൂജനങ്ങളെ ക്രോധം മൂലം ഹനിക്കുന്നതുമൻ. അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, സഹോദരങ്ങളെ കൊല്ലുന്നു. എന്താണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. വലിയ ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യം തണുക്കുമ്പോഴാണ് മനസ്താപം ഉണ്ടായി വരും എന്ന് പറയുന്നത്. പിന്നെ മനസ്താപം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ദേഷ്യം വന്നിട്ട് അരുതായ്മകൾ ചെയ്തിട്ട് പിന്നെ മനസ്താപം ഉണ്ടായതുകൊണ്ട് ഒരു കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ലക്ഷ്മണ, നീ നിന്റെ ക്രോധത്തെ തടുക്കുക, ക്ഷമിക്കുക. മാതൃ പിതൃ ഭ്രാതൂജനങ്ങളെ ക്രോധം മൂലം ഹനിക്കുന്നതുപുമാൻ. ക്രോധം മൂലം മനസ്താപമുണ്ടായി വരും. ക്രോധമല്ലോ യമനാകുന്നത് നിർണയം. യമൻ എന്ന് പറഞ്ഞാൽ മരണം തന്നെയാണ്. ഈ ക്രോധം വരുമ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമൊന്നും വിചാരിക്കാം. എന്താ സംഭവിക്കുന്നത് അറിയോ? ഹാർട്ട് ബീറ്റ് കൂടും, വല്ലാതെ ഹാർട്ട് ബീറ്റ് കൂടും. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, ചിലപ്പോൾ ബ്രെയിനിൽ സ്ട്രോക്ക് ഉണ്ടാവും, ബ്രെയിനിൻ്റെ ഇലക്ട്രിക്കൽ വേവിൽ വ്യത്യാസം വരും, കൊളസ്ട്രോളിൻ്റെ അളവിൽ വ്യത്യാസം വരും, അഡ്രിനാളിൻ്റെ അളവിൽ വ്യത്യാസം വരും. ക്രോധം വരുമ്പോൾ രാമൻ പറഞ്ഞത് സയൻസ് ആണെന്നറിയാം, ശാസ്ത്രമാണ് രാമൻ പറഞ്ഞത്. ലക്ഷ്മണ, ദേഷ്യം വരുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നിനക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ബ്രെയിനിൽ സ്ട്രോക്ക് ഉണ്ടാവും, എന്ത് സംഭവിക്കാം. ഒരുപാട് ഹോർമോണുകൾ, നമുക്ക് ശരീരത്തിന് ദോഷം വരുന്ന ഹോർമോണുകൾ നമ്മുടെ ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കും. അത് ശരീരത്തിൽ കലർന്ന് വലിയ ദോഷമുണ്ടാകും. ഒരു തവണ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, മുന്നോട്ട് വന്നിരിക്കാൻ പറഞ്ഞത്. ഒരു തവണ ദേഷ്യം വരുമ്പോൾ നമ്മുടെ രക്തം തിളക്കും. പറയാറില്ലേ, രക്തം തിളക്കുന്നു. ഇങ്ങനെ രക്തം തിളക്കുമ്പോൾ നമ്മുടെ ഒരുപാട് രക്തത്തിലെ ജീവാണുക്കൾ നശിക്കാനിട വരും. രക്തത്തിന്റെ ഘടനയിൽ തന്നെ വ്യത്യാസം വരും. ഇങ്ങനെ താറുമാറായ രക്തത്തിന്റെ ഘടന സാധാരണ അവസ്ഥയിലേക്ക് എത്താൻ എത്ര കാലം എടുക്കുന്നു നിങ്ങൾക്ക്? 3 മാസം എടുക്കുന്ന പറയുന്നത്. ഒരു തവണ ദേഷ്യം വന്ന് നമ്മുടെ രക്തത്തിന്റെ ഘടനയിൽ മാറ്റം വന്നാൽ, ഈ ജീവാണുക്കൾ നശിച്ചാൽ, അത് വീണ്ടും സാധാരണ അവസ്ഥയിലേക്ക് എത്താൻ 3 മാസം എടുക്കുമെന്ന് സയൻസ് പറയുന്നു. ഇപ്പൊ രാമൻ പറഞ്ഞത് വലിയ സയൻസ് ആണെന്ന് അറിയണം. ഇത് പറഞ്ഞത് ലക്ഷ്മണനോടല്ല പറഞ്ഞത്, ഇത് പറഞ്ഞത് നമ്മളോടാണ്.